പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വെറൈറ്റി നാരങ്ങ അച്ചാറുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 11 നാരങ്ങ ചെറുനാരങ്ങ കഴുകി നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്, നനവ് ഒട്ടും ഇല്ലാതെ. ഇനി നമുക്കത് രണ്ടായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം അതിനെ ഒരു 4 പീസാക്കി ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. മാത്രമല്ല അതിൻ്റെ സീഡെല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ എല്ലാം നാരങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ പൊടിക്കുന്ന ജാറില്ലേ അതിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചെറുനാരങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞ് പേസ്റ്റായി പോകാൻ പാടില്ല, അല്ലാതെ ഒന്ന് നമുക്കൊന്ന് അരച്ചെടുത്ത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ കുറേശ്ശെ ഇട്ട് വേണം നമുക്കതൊന്ന് അടിച്ച് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ നാരങ്ങ കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് അതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതെല്ലാം ഒരു പാനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 ഈന്തപ്പഴം കൂടെ ചേർത്ത് അതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. ഇനി സ്റ്റൗ കത്തിച്ച് നമുക്ക് നമ്മൾ നാരങ്ങ എടുത്ത് വെച്ച പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം, ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സമയം നമ്മൾ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇതൊന്ന് വറ്റി വരട്ടെ. ഈ നാരങ്ങയുടെ നീരെല്ലാം ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നല്ലപോലെ തിളച്ച് നാരങ്ങയുടെ നീരെല്ലാം ഒരുവിധം ഒന്ന് വറ്റി വരുന്നുണ്ട്. ഈ സമയം നമുക്കൊരു 1/2 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ശർക്കര നല്ല അഴുക്കൊന്നുമില്ലാത്ത ശർക്കര പൊടിയാണ് ഞാൻ ചേർത്തേക്കണത്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര പാനി ഉരുക്കി എടുത്താൽ മതി കേട്ടോ. ശർക്കര ഉരുക്കി പാനിയാക്കി അരിച്ചൊഴിക്കുക. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ശർക്കര എല്ലാം മെൽറ്റായി നല്ലതുപോലെ നാരങ്ങയിലൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഇനി നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ സമയത്ത് ശർക്കര എല്ലാം ഒന്ന് ഉരുകി മെൽറ്റായി വീണ്ടും ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഈന്തപ്പഴം ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് സദ്യക്ക് മാത്രമല്ല എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണിത്. ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഞാൻ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം എല്ലാം പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഈ അച്ചാറിന് പ്രത്യേകിച്ച് ഇഞ്ചിയോ അല്ലെങ്കിൽ വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. കായമോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് വേണം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇനി ഒരു 1/2 കപ്പ് വിനാഗിരി ചെറിയൊരു കപ്പിന് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വയ്ക്കുക കേട്ടോ. നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാം. അപ്പോൾ നല്ലെണ്ണ ഇതുപോലെ ചൂടാക്കി വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കടുകും കൂടെ ഇട്ടിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് പൊട്ടിച്ച് ഇത് നമുക്ക് നേരെ ഇനി ഈ നാരങ്ങ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നല്ല ടേസ്റ്റാണ്, ഒട്ടും തന്നെ കയ്പൊന്നുമില്ല. ഇത് നമുക്ക് തയ്യാറാക്കിയ ഉടനെ തന്നെ കഴിച്ചു തുടങ്ങാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ടതില്ല. മാത്രമല്ല ഇത് കേടുകൂടാതെ ഒരുപാട് ദിവസം സൂക്ഷിക്കാനും പറ്റും കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെക്കുവാണെങ്കിൽ ഒത്തിരി ദിവസം വർഷങ്ങളോളം വേണമെങ്കിൽ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. അത്ര നല്ല കിടിലിനൊരു അച്ചാറാണ്. അപ്പോൾ ഈ വർഷത്തെ ഓണത്തിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷന് അതാത് സമയം കിട്ടുന്നതായിരിക്കും.